പ്രൊസീഡ് ആയോ എന്നുള്ളതിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ് ഇതാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് സർവീസസോ ഡെലിവറി ആവുന്നു. ലാസ്റ്റ് എന്താണ് സെറ്റിൽമെൻറ്റ്. ലാസ്റ്റ് നമ്മൾ ആ പണം എന്താണോ നമുക്ക് എത്ര പണമാണോ കൊടുക്കേണ്ടത് അത് നമ്മൾ സെറ്റിൽ ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ഷൻ ചെയ്യുന്നു. കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒതൻറ്റിഫിക്കേഷൻ ചെയ്യുന്നു. ഒതൻറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓതറൈസേഷൻ ചെയ്യുന്നു. ദെൻ സെറ്റിൽമെൻറ്റ് നടത്തുന്നു. ഇത് സ്റ്റെപ്സ്, ഇതാണ് പ്രോസസ്സ്, ഇതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് ഒരു ഓവറോൾ പിക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒത്തിരി പേയ്മെൻറ്റ് ഗേറ്റ്വേ മെത്തേഡ്സ് ഉണ്ടെന്ന്. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? ഫസ്റ്റ് എന്താണ്? ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഡയറക്റ്റ് ദ കസ്റ്റമേഴ്സ് അവേ ഫ്രം ദ സൈറ്റ് ചെക്ക്ഔട്ട് പേജ്. When the customer clicks gateway link, they are redirected to the payment service provider page. Here the customer fills his or payment details. And അതായത് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ മെത്തേഡ് ടൈപ്പാണ്. അതിൽ നമ്മൾ നമുക്ക് ഓരോ പേജ് വെച്ചിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ചോദിക്കും. നമ്മളത് പ്രൊസീഡ് ചെയ്ത് പോകുന്ന സമയത്ത് പേയ്മെൻറ്റ് സക്സസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ്? സെൽഫ് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് മെത്തേഡ്. ഹോസ്റ്റഡ് പേയ്മെൻറ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ സെൽഫ് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് മെത്തേഡ്. അതെന്ന് വെച്ചാൽ അതിലെന്താണ്? കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിരിക്കും സെൽഫ് പേയ്മെൻറ്റ് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ ഉണ്ടായിരിക്കുക മറ്റതിനേക്കാളും. അങ്ങനെ കുറേ ഗേറ്റ്വേ മെത്തേഡ്സ് ആണുള്ളത്. ബ്ലോക്ക് ആൻഡ് ബ്ലാങ്ക് ഇൻ്റഗ്രേഷൻ ഗേറ്റ്വേസ്. അങ്ങനെ 3 മെത്തേഡിലാണ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ഒന്നുമില്ല, നമ്മളത് നിങ്ങൾക്ക് കണ്ടാലാണ് കുറച്ചുകൂടി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അല്ലാതെ നോർമലി ചിന്തിക്കുന്നത് നമ്മളിപ്പം ഒരു ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റോ നടത്തുന്ന സമയത്ത് നമുക്ക് ഓരോരോ വെബ് പോർട്ടൽ ഓരോരോ പേജസ് ആയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ രീതി തന്നെയാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഈ ടൈപ്സിലൊക്കെ പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ്. എന്തൊക്കെ മെത്തേഡ്സിലാണ് പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേൻ്റെ ടൈപ്പ് നോക്കി ഏതൊക്കെ മെത്തേഡിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് അല്ലേ. നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. എല്ലാവർക്കും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ വഴി നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ട് അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് മെർച്ചൻസിന് കൊടുക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്ലാസ്റ്റിക് കാർഡ്. ഇഷ്യൂയും ആരാണ്? ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏത് ബാങ്കിലാണ് നമുക്കത് അതിൻ്റെ ഇതുള്ളത് അവിടെയാണ് അതിന് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ദ കസ്റ്റമേഴ്സ്. ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ്. ദ നെസസറി ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് form on the card. The card holder can purchase the item from the shop, the showrooms and need not pay cash. അല്ലേ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് കയ്യിൽ ക്രെഡിറ്റ് കാർഡിൽ ക്യാഷ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ക്രെഡിറ്റിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതൊരു മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്തത് ആ പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ബാങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കാർഡ് അറിയുന്ന കാര്യമാണുള്ളത്. ഡെബിറ്റ് കാർഡ് എന്താണ്? അതിൽ നമുക്ക് ക്യാഷ് ഉണ്ടായിരിക്കണം. നമ്മളെ ഒരു അക്കൗണ്ടിൽ ഫിക്സഡ് ക്യാഷ് ഉണ്ടെങ്കിലേ നമുക്കതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്രെഡിറ്റ് കാർഡിൽ. ഇറ്റ്സ് എ പ്ലാസ്റ്റിക് കാർഡ്. ദെൻ രണ്ടാമത്തത് പേയ്മെൻറ്റ് മെത്തേഡ് എന്താണ്? സൈബർ ക്യാഷ്. സൈബർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അത്രയും കോമൺ യൂസ് ആയിട്ടുള്ളതല്ല, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാനും സാധ്യത കുറവായി. സൈബർ ക്യാഷ് എന്ന് പറഞ്ഞാൽ cyber cash system. After deciding what is to be purchased, the customer makes payment to the merchant through credit card without disclosing the credit card number to him. The credit card number is sent to the merchant in encrypted form. അതായത് സൈബർ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തതിനാൽ മെർച്ചൻസിന് ക്യാഷ് കൊടുക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യാം? എൻക്രിപ്റ്റ് ചെയ്ത് കൊടുക്കില്ല. എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. നമ്മൾ അത് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനാണ് സൈബർ ക്യാഷ് എന്ന് പറയുന്നത്. The bank cyber cash gateway server describes the information process, the transaction and forward to the merchant banks. അല്ലേ, അപ്പോൾ സൈബർ ബാങ്ക്സ് ആണ് മെർച്ചന്റ് ബാങ്ക്സിലേക്ക് അവരുടെ ട്രാൻസാക്ഷൻസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അധികം ആരും യൂസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡാണ് സൈബർ ക്യാഷ് എന്നത്.
പിന്നെ ഇൻ്റർനെറ്റ് ചെക്ക്, അതായത് നോർമൽ ഈ നെറ്റ്വർക്ക് ഈ ചെക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ചെക്ക് ഈസ് സൈൻഡ് പേപ്പർ ഡോക്യുമെൻറ്റ് ദാറ്റ് ഈസ് ഓർഡർഡ് ദ സൈനേഴ്സ് ബാങ്ക് ടു പേ an amount of money to the person specified on the check or bear from the signer's account of the after specified date. അതായത് ചെക്ക് നോർമലി നമ്മൾ ബാങ്ക് ടു ബാങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഫിസിക്കലി ആണ് നമ്മൾ ചെക്ക് കൈമാറുന്നത്. ഇവിടെ ഈ പേയ്മെൻറ്റ് ചെക്ക് ആയിരിക്കും. അപ്പോൾ അതിലൊരു നിശ്ചിത ഡേറ്റിൻ്റെ ഉള്ളിൽ ഡേറ്റൊക്കെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുവഴി ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് കഴിയുന്നതിനുള്ളിൽ പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ആ രീതിക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തും. എന്താണ് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം. ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഡെബിറ്റ് കാർഡ്, ദെൻ ഈ ചെക്ക്, ഈ ക്യാഷ്, ഇപ്പോൾ പറഞ്ഞ കണ്ടന്റ് തന്നെ. ദെൻ നമ്മൾ അടുത്ത മെത്തേഡ് ഇ വാലറ്റ്. ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇ വാലറ്റ് അത് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിരിക്കും അധികം യൂസ് ചെയ്യുന്നത്. ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, mobile wallet are slowly making a mark as a from the payment method, but cash still remains to the imperative necessity for consumers. E-wallet a form of prepared account that stores users financial data like debit and credit card information to make an online transaction easier. അതായത് ഇ വാലറ്റ് വഴി എന്ന് വെച്ചാൽ, ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട് ബാങ്ക് ത്രൂ. അപ്പം അത് ത്രൂ നമുക്ക് ഇ വാലറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ ഇത്രയും മെത്തേഡ്സിലാണ് നമുക്ക് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ്, ഇത്രയും മെത്തേഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പേയ്മെൻറ്റ് നമ്മൾ ആൾക്ക് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ്, സൈബർ ക്യാഷ്, ഇ വാലറ്റ്, ഓൺലൈൻ ചെക്ക്, അതുവഴി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ടൈപ്സിൽ വരുന്നത്. ദെൻ റിക്വയർമെൻറ്റ്സ് മെട്രിക്സ് ഓഫ് എ പേയ്മെൻറ്റ് സിസ്റ്റം. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട്? സെക്യൂരിറ്റി ആവശ്യമായിരിക്കും അല്ലേ. നമ്മളെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു സെക്യൂർ ആയിരിക്കണം, അത് എവിടെയെങ്കിലും ലീക്ക് ആവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് ഉണ്ടെങ്കിലാണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ട്രസ്റ്റ്ഫുൾനെസ് ആണ്. അപ്പം സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, യൂസർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ദെൻ ഫങ്ഷനാലിറ്റി, അതായത് എന്താ പറയുക, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആർ പ്രൊവൈഡ് എൻഡ് ടു, അതായത് ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ഫങ്ഷനിങ് ആയിരിക്കണം. നമുക്ക് എൻഡ് ടു എൻഡ്, അതായത് സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അതിലൊരു ഡൗട്ട്ഫുൾനെസ് ഇല്ലാതെ സ്മൂത്ത് ഫങ്ഷനിങ് ആയിരിക്കണം ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ പെർഫോമൻസ് അതേപോലെ തന്നെ ദെൻ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. ദെൻ കുറച്ച് മെറിറ്റ്സ്. എന്താണ് മെറിറ്റ്സ്? ഇതിലുള്ള മെറിറ്റ്സ് എന്ന് വേണം നമ്മൾ ആലോചിച്ചാൽ അറിയാം അല്ലേ. നമുക്ക് ഈസിയാണ് പേയ്മെൻറ്റ് മെത്തേഡ്. അതായത് ഇപ്പോൾ നമുക്കൊരാൾക്ക് ക്യാഷ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അവിടെ വരെ കഷ്ടപ്പെട്ട് പോയിട്ട് അയാളെ കണ്ടിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്, ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. പിന്നെന്താണ്, ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. പിന്നെ കൺവീനിയൻസ്, അപ്പോൾ നമ്മൾ പറയുക കൺവീനിയൻസ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലേ, നമുക്ക് അവിടെ വരെ പോകാനുള്ള എക്സ്പെൻസ് കുറവാണ്. ഒരാളെ കണ്ടിട്ട് അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനും അതിനുള്ള എഫോർട്ടും എല്ലാ കാര്യങ്ങളും എന്താണ്, കുറവാണ്. പിന്നെന്താണ്, എഫക്റ്റീവ് ആൻഡ് ആൻറ്റി ഫ്രോഡ് ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, എക്സ്പെൻസ് കൺട്രോൾ ഫോർ കസ്റ്റമേഴ്സ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞോണം, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് എക്സ്പെൻസ് വളരെയധികം കൺട്രോൾ ചെയ്യും. നമ്മൾ പറഞ്ഞോണം, അത് എക്സ്പെൻസിനെ പോലെ തന്നെ അവരെ എഫോർട്ടും കുറച്ചും കൂടി എന്തായിരിക്കും, കൺട്രോളബിൾ ആയിരിക്കും. നമുക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ആ ടൈമിൽ തന്നെ നമുക്കത് ചെയ്ത് നടത്താൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കിയത്. ഓക്കെ.